മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. മനസ്സിലായില്ല. പൗലോസിന്റെ അപ്പനാന്നേ. അല്ലേ? ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. അയ്യോ വേണ്ട, ഞാനിവിടെ നിന്നോളാം മുതലാളി. നമ്മൾ തമ്മിൽ ഈ വലിപ്പച്ചെറുപ്പം ഒന്നും വേണ്ട. ഇരിക്കണം ഇരിക്കണം. റോസിക്കുട്ടി ഇങ്ങോട്ട് വരൂ. അപ്പോ പേര് പറഞ്ഞില്ലല്ലോ. തൊമ്മി ഭാഗവതർ, എലവുങ്കൽ തൊമ്യാശാനെന്ന് വിളിക്കും. കേട്ടോ തൊമ്മിച്ച? അയ്യോ തൊമ്മിച്ചാന്ന്. ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്തിനാന്ന്? പൗലോസിന്റെ ഒരു കല്യാണക്കാര്യം. അയ്യോ, അവനൊരു അന്തരാളത്തിൽപ്പെട്ട് കിടക്കുക. അവരൊരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ കെട്ടുകൊള്ളൂ എന്നും പറഞ്ഞു ഒറ്റ കാലിലൊരു നിപ്പ. അവിടെ പേര് പറഞ്ഞോ? ഇല്ലേ. ആട്ടെ, കൊച്ചുമ്മച്ചിനെ അങ്ങ് സമ്മതിച്ചാലെന്താ? പൗലോസിന് കിട്ടുന്ന സ്ത്രീധനം വാങ്ങിച്ചിട്ട് വേണം അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. അല്ല, അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ജോലിക്ക് 2500 രൂപ ഡെപ്പോസിറ്റ് തരാൻ തൊമ്മിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുമല്ലോ. അയ്യോ, ഞാനൊരു ചൊല്ലിക്കാശ് കൊടുത്തിട്ടില്ല. പൗലോസ് വല്ലവരോടും കടം വാങ്ങിച്ചിരിക്കും. അത് തിരിച്ചു കൊടുക്കാനോ മറ്റോ ഈയിടെ എന്നോട് കുറച്ച് രൂപ ചോദിച്ചത്. പൗലോസ് കടം ചോദിച്ചെങ്കിൽ അവന്റെ പെങ്ങളുടെ കല്യാണത്തിനായിരിക്കും. അതെ തൊമ്മിച്ച, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പൗലോസിന്റെയും അവന്റെ പെങ്ങളുടെയും കല്യാണം ഒരുമിച്ച് നടത്തിയാൽ? അയ്യോ, അതിന് പൗലോസ് കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെയും അവളുടെ അപ്പനെ പോലെ അറിയണ്ടായോ? അത് ഞാൻ പറയാം. പെണ്ണിന്റെ അപ്പൻ ഞാനാ. അയ്യോ മുതലാളി, നേരാ നീ പറയുന്നത്? തൊമ്മിച്ചിന് ഇഷ്ടമാണോ? അയ്യോ, നേരാണോ മുതലാളി പറഞ്ഞത്? ഇതാണ് എന്റെ മകൾ റോസി, അതായത് തൊമ്മിച്ചിന്റെ മരുമകൾ. മോളെ, ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതെന്റെ ഭാര്യ ലൗലമ്മ. അല്ല, നിന്റെ കൂട്ടുകാരി അവിടെ? മോളെ ലീനാമ്മേ, വന്നേ. ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. ഏതായി പെങ്കൊച്ചേ? അല്ലേ, വേഷം മാറിയപ്പോ തൊമ്മിച്ച ആള് മനസ്സിലായില്ലേ? ഇതല്ലേ പൗലോസിന്റെ സാക്ഷാലനീതി, തൊമ്മിച്ചിന്റെ മകള് ലീനാമ്മ. എന്റെ മോള് മോനെയമ്മയോ? അവള് വീട്ടിലിരിക്കില്ലേ? അപ്പൊ ഇതിനാരാ? എടീ, നീ പൗലോസിന്റെ പെങ്ങളാണോ? നിന്നോടാ ചോദിച്ച, സത്യം പറഞ്ഞോളാം. പെങ്ങളാണെന്ന് പറയാൻ പൗലോസ് ചേട്ടൻ എന്നോട് പറഞ്ഞു. എന്റെ മോൻ പറഞ്ഞു നീ അവന്റെ പെങ്ങളാണെന്ന് പറയണമെന്ന്? എവിടെയാണ് നിന്റെ വീട്? മലയോരത്ത. നീ എങ്ങനെ വന്നൂടെ? പൗലോസ് നീയുമായിട്ടുള്ള ബന്ധം? ഞങ്ങൾ മുമ്പേ സ്നേഹമായിരുന്നു. അപ്പൻ വേറെ കല്യാണത്തിന് ഉറപ്പിച്ചപ്പോഴാ വീട് വിട്ട് പൗലോസ് ചേട്ടനെ അന്വേഷിച്ച് ഞാനിവിടെ വന്നത്. ദ്രോഹികൾ, നന്ദി കേട്ടോ. എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിലാക്കും. മുതലാളി ക്ഷമിക്കും കേട്ടോ. എന്റെ മോൻ നിർദോഷിയ. ഈ രാക്ഷസത്തെ അവനെ കുടിക്കിയത്. താൻ തപ്പിച്ചു പോലും. അപ്പനെ മകനെ മരുമകളെ എല്ലാം ഞാൻ പാഠം പഠിപ്പിച്ചിറങ്ങൂ. ദ്രോഹികൾ. ഹലോ പോലീസ് സ്റ്റേഷൻ. ഡ്രൈവർ, കാർ കുറച്ചൊരു മര്യാദയ്ക്ക് ഓടിച്ചൂടെ? അന്തോണി, അന്തോണി, എടാ അന്തോണി, എടാ ഞാൻ വന്ന് അറിഞ്ഞില്ലേ? നീ എന്തോടുക്കായിരുന്നു? മുതലാളി അകത്തിരിക്കുവായിരുന്നോണ്ടാ. പിന്നെ ഞാൻ ആരുടെ ഇവിടുത്തെ അഹങ്കാരി? പെട്ടിയാത്തുകൊണ്ട് വെച്ച്. മുതലാളി ക്ഷമിക്കണം. എല്ലാവരും സ്വാതന്ത്ര്യം കൂടെ കൂടിപ്പോയി. ഡ്രൈവർ, കാർ ഷെട്ടിക്കൊണ്ടിടും. ഇതാ പണം കൊടുത്ത രസീത്. ഞാൻ പെങ്ങളെയും കൊണ്ട് ഒന്ന് വീട്ടിലോട്ട് പൊയ്ക്കലോട്ടെ. നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ? ക്ഷമിക്കണം മുതലാളി. ലീനാമ്മ നിന്റെ പെങ്ങളാണല്ലേ? അതെ. നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് വെച്ച തുക എവിടെ നിന്ന് കിട്ടി? ആ തുക എനിക്ക് അപ്പച്ചൻ തന്നതാണ്. എന്താ മുതലാളി? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. പൗലോസ് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അത്രക്കാരനല്ല മുതലാളി. ഞാൻ ഇതുവരെ റോസി മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ.
മറ്റാർക്കും വാക്കും കൊടുത്തിട്ടില്ല അല്ലേ? മുതലാളി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. റോസേ, ഈ പെണ്ണ് നിന്റെ പെങ്ങളാണോ? പാഴോ ദ്രോഹി, ഈ നിൽക്കുന്ന യക്ഷിന്റെ പെങ്ങളാണോ? ഒരു പിച്ചാത്തി എടുത്തന്നെ കുത്തി കൊല്ലാമായിരുന്നല്ലോടാ. മുതലാളി ക്ഷമിക്കണം, മുതലാളി അടിയങ്ങളോട് ക്ഷമിക്കണം. ഈ പിശാച് എന്റെ മോനെ കറക്കിയെടുത്താണ് മുതലാളി. ഇവളല്ലേ ചതിച്ചത്? മൂലവകള്ളനും തട്ടിപ്പുകാരനുമായ തന്റെ മകനാണ് ഈ പാവം പെണ്ണിനെ ചതിച്ചത്. മുതലാളി ശാന്തിക്കും നിന്നെ പോലെ തീവെട്ടിക്കൊള്ളക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. പാലൂട്ടി കൈക്ക് തിരിഞ്ഞു കടിക്കുന്ന കാർക്കോടകൻ. ഞാൻ ആരെയും ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു തെറ്റും ചെയ്തില്ല. ചുറ്റുപാട് എന്നെ ഒരു തെറ്റുകാരനാക്കി. ന്യായം പ്രവർത്തിച്ചിട്ട് നീ ന്യായീകരിക്കാൻ നടക്കുന്നു അല്ലേ? എന്റെ പണം തട്ടിയെടുക്കാനല്ലേ നിന്റെ ഈ വൻ ചതി? ഇൻസ്പെക്ടർ, ഇവനാണ് ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞ ഒന്നാം പ്രതി. എന്നെ കബളിപ്പിച്ച ദ്രോഹി. ഇയാളും ഇവളും ഇതിന് കൂട്ടുനിന്നു. ഇവരെല്ലാം സ്റ്റേഷനിൽ കൊണ്ടുപോകും. മുതലാളി എല്ലാവരും അവിടുന്ന് വേഗമായിട്ട് ഇവർ കൊണ്ടുപോകും. മുതലാളി, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ അപമാനിക്കരുത്. ഇതാ പിടിച്ചു പറിക്കാൻ നടക്കുന്ന നിനക്കൊക്കെ എവിടെയാണ് മാനം? പറയാനെല്ലാം സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതി. കൊണ്ടുപോകും ഇൻസ്പെക്ടർ. മുതലാളി, എല്ലാ കുറ്റങ്ങളും ഞാൻ ഏൽക്കുന്നു. എന്റെ അപ്പനെയും ലീനാമ്മയും വെറുതെ വിട്ടേക്കാം. ലീനാമ്മയെ വെറുതെ വിട്ടേക്കണം. ആ പാവം എന്ത് തെറ്റ് ചെയ്തു? ഇവനെ മാത്രം കൊണ്ടുപോയാൽ മതി. അവന്റെ അപ്പൻ പാവം ഒന്നും അറിഞ്ഞിരിക്കില്ല. ശരി ഇൻസ്പെക്ടർ, പൗലോസിനെ മാത്രം കൊണ്ടുപോയാൽ മതി. ഇവരെ വിട്ടേക്കും. പൗലോസേ, മുതലാളി, അവസാനമായി ഒരു അപേക്ഷ. ലീനാമ്മയെ അവളുടെ വീട്ടിൽ വിട്ടേക്കണം. ലീനി, ഞാനൊരു ചതിയനാണെന്ന് നീയും എന്നെ വിചാരിക്കരുത്. അപ്പച്ച, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് മാപ്പ് തരണം. ലീനാവേ, നിൽക്കവിടെ. ഡ്രൈവർ, ഇവിടെ ഉള്ള വീട്ടിൽ കൊണ്ട് വിട്ടേക്കും. ശരി മുതലാളി. പോയിക്കോളൂ. നടന്നത് നടന്നു. ഇനി അതിനെപ്പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിച്ചാൽ എന്താ പ്രയോജനം? എന്നാലും ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയായിപ്പോയി. മനസ്സ് വെളിയിൽ അറിഞ്ഞാലാ മാനക്കേട്. ആ പൗലോസിന് ലോക്കപ്പിന്ന് വിടാൻ പറയുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് എന്താ പ്രയോജനം? അറിയാനുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും കേസ് മഴക്കുമൊക്കെ ആയാലേ ഇനി നാട്ടുകാരെ അറിയത്തില്ലേ നമ്മുടെ മോളുടെ ഭാവി? നീ ഒന്ന് ചുമ്മാ ഇരുന്നു. പണം ഉണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ നല്ല ഒന്നാം തരം ആമ്പിള്ളേരെ വേറെ കിട്ടും. പറ്റിയ അബദ്ധം അവൾ മനസ്സിലാക്കിയില്ല, അത് മതി. റോസിയുടെ മാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ പൗലോസിനെ ലോക്കപ്പിന്ന് വിടാൻ പറഞ്ഞ ചെവിക്ക് ചെവി അറിയാതെ കാര്യം ഒന്ന് തിരിഞ്ഞു മാഞ്ഞു പോകും. പോലീസ് സ്റ്റേഷൻ. അമ്മച്ചി, കുറച്ച് വെള്ളം തരണേ.
എന്റെ കയ്യിൽ തന്നെ വീണടി ഇവിടെ വരാം. അങ്ങനെ ഇത് കണ്ടോ? ഈ കിളി നമുക്ക് രണ്ടുപേർക്കും കൂടാ. അയ്യോ ഇവനാണ് ലീനാമ്മയെ പിടിച്ചുകൊണ്ട് ഓടിയത്. അപ്പച്ച, മുതലാളിനെ ലാക്കപ്പിൽ നിന്ന് വിടാൻ പറഞ്ഞതുകൊണ്ടാണ് സമയത്ത് എനിക്ക് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞത്. ഞാൻ വരുന്ന വഴിക്ക് പൗലോസാറുമായി സംസാരിച്ചപ്പോഴാണ് ലീനാമ്മയെ പിടിച്ചുകൊണ്ടുപോയ കാര്യം പോലീസിനെ അറിയിക്കാൻ പൗലോസാർ പറഞ്ഞത്. യമാനെ, ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടത് യമാന്റെ ചുമതലയാണ്. അപ്പച്ച, ഞാൻ ഒരു കാര്യം പറയട്ടെ. ലീനാമ്മയുടെ അപ്പച്ചൻ അവളുടെ കല്യാണത്തിന് വേണ്ടി 3000 രൂപ കരുതി വെച്ചിരുന്നു. ആ രൂപ കളഞ്ഞുപോയി. അതാണ് എനിക്ക് കിട്ടിയത്. അതിൽ നിന്ന് 2500 രൂപ ഡിപ്പോസിറ്റ് ആയി കൊടുത്ത് എനിക്കൊരു ഉദ്യോഗം കിട്ടി. അങ്ങനെ തകർന്നുപോയി കുടുംബത്തെ രക്ഷിക്കാനാണ് അപ്പച്ച ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഇത്രയും കാലം ഞാനിത് മറച്ചു വെച്ചതിന് അപ്പച്ചനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. യമാനെ, ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടേക്കാം. നീ വീട്ടിൽ പോ. നമ്മളെ നമുക്ക് ഈ വിവരങ്ങളെല്ലാം മുതലാളിയോടൊന്ന് പറയാം. റോസി, പരിശുദ്ധമായ നിന്റെ പിഞ്ചു ഹൃദയത്തെ ഞാൻ മുറിവേൽപ്പിച്ചു. അതിന് ഈ ലോകത്ത് ആരും എനിക്ക് മാപ്പ് തരില്ല. പക്ഷെ നീയെങ്കിലും എനിക്ക് മാപ്പ് തരും. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു മനുഷ്യനെ കണ്ടുടനെ കണ്ണുപടുത്ത് സ്നേഹിക്കാൻ പുറപ്പെട്ട ഞാനാണ് കുറ്റക്കാരി. മരണം വരെ കരയാൻ എനിക്ക് ഈ ഒരു അനുഭവം മാത്രം മതി. റോസി, ഞാൻ നിസ്സഹായ. എന്റെ പട്ടിണി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് ഉഗ്രമായ ശിക്ഷയും എനിക്ക് കിട്ടി. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഞാൻ എത്തി നോക്കുക പോലും ചെയ്യും. ചേട്ടനെ കാണാൻ ഡാഡി കാത്തിരിക്കുകയാണ്. മുതലാളിയെ കാണാൻ എനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞേക്കൂ. റോസി,
ഞാൻ ഏതായാലും റപ്പേലി കേട്ടാ നടന്നതെല്ലാം നടന്നു. എന്റെ മോൻ കാരണം ഈ കുടുംബത്തിനുണ്ടായ തകർച്ചയ്ക്ക് ഞാൻ കർത്താവിന്റെ പേര് മാപ്പി ചോദിച്ചു. അപ്പ ഇതാ മാത്യൂസ് മുതലാളി തന്നയച്ചതാണ്. 6000 രൂപയും ഒരു കത്തുമുണ്ട്. രൂപയോ? അതെ. പ്രിയമുള്ള പൗലോസിന്, ചുറ്റുപാടിൽപ്പെട്ട് നീ ചെയ്തു പോയ തെറ്റായി ഞാൻ വിചാരിക്കുന്നില്ല. നിന്റെ ജീവിതാവശ്യങ്ങളും കുടുംബത്തോടുള്ള സ്നേഹവും അതിലേക്ക് നിന്നെ പ്രേരിപ്പിച്ചതായിരിക്കും. നീ ആവശ്യപ്പെട്ടിരുന്ന 6000 രൂപ ഞാൻ കൊടുത്തയക്കുന്നു. ഈ തുക നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന് ഞാൻ കരുതുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ കമ്പനിയിൽ ജോലിയിൽ തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ, മാത്യൂസ്. എന്റെ റപ്പേലിയേട്ടാ, മനുഷ്യന്മാരായ ഇങ്ങനെ പെരുമാറണം. പച്ചിലോട്ട് കെട്ടിവെച്ചുകൊണ്ട് മുതലാളിമാര് ചമഞ്ഞു കഴിഞ്ഞാൽ പോരാ കേട്ടോ. പാവങ്ങളോട് സ്നേഹവും കാരുണ്യവും ഒക്കെ വേണം. കണ്ട, എന്റെ മോൻ എടുത്ത തുകയും അതിന്റെ ഇരട്ടിയും ഉണ്ട്. റപ്പേലിയേട്ടൻ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കണം. ഇവൻ പശുവിനെ മേടിക്കാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ കരുതിയതാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നു. ആ കൊച്ചുമിച്ച, ഇതെന്റെ മോളെ സ്ത്രീധനമായിട്ട് കൈയിരിക്കട്ടെ. ഈ പണം എന്റെ പെങ്ങടെ കല്യാണ ചെലവിനും സ്ത്രീധനത്തിനും വേണ്ടി അപ്പം തന്നെ വെച്ചോണം. അത് വീണ്ടും അയ്യോ, ദൈവം കണ്ടു തുറന്നു. ഇപ്പൊ എല്ലാം നേരെയായി. പൗരസ് കുട്ടി, ഈ പിച്ചാത്തി നീ തന്നെ കൈ വെച്ചോ. ഇനി എനിക്ക് ആരെയും കുത്തുകയും വേണ്ട, കൊല്ലുകയും വേണ്ട. ഞാൻ ഇനി കള്ളും കുടിക്കുകയില്ല, കർത്താവിനാണ് കള്ളു കുടിക്കുകയല്ലേ. ഇനി നീ പശുവിനെ നോക്കാൻ ഒരു വീട്ടിലും പോകരുത് കേട്ടോ. കിട്ടിയ പശുവിനെ വെച്ച് നീ പരിപാലിച്ച്